നെക്സ്റ്റ് എങ്ങനെയാണ് ഈ പറഞ്ഞ നമ്മളിപ്പോൾ പറഞ്ഞ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഡിസീസുകൾ അതിനെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം, എങ്ങനെ കൺട്രോൾ ചെയ്യാം, അതാണ് പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഇൻഫെക്ഷ്യസ് ഡിസീസസ്. ഈ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള അല്ലെങ്കിൽ കമ്മ്യൂണിക്കബിൾ ആയിട്ടുള്ള ഡിസീസുകളെ എങ്ങനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം, അവ വരാതെ നമുക്ക് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം, അഥവാ വന്നാൽ അതിനെങ്ങനെ കൺട്രോൾ ചെയ്യാം. സോ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യത്തേത്, അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് മെയിൻ്റനൻസ് ഓഫ് പേഴ്സണൽ ആൻഡ് പബ്ലിക് ഹൈജീൻ. സോ പേഴ്സണൽ ഹൈജീനും അത്യാവശ്യമാണ്, പബ്ലിക് ഹൈജീനും ആവശ്യമാണ്. സോ നമുക്ക് നമ്മുടെ തന്നെ ഒരു വൃത്തി ഉണ്ടായിരിക്കണം, അതുപോലെ പബ്ലിക്കിലും ആ ഒരു വൃത്തി ഉണ്ടായിരിക്കണം. സോ പേഴ്സണൽ ഹൈജീനും പബ്ലിക് ഹൈജീനുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. എന്തിനു വേണ്ടിയിട്ട്? പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഇൻഫെക്ഷ്യസ് ഡിസീസ്. ഇൻഫെക്ഷ്യസ് ഡിസീസ് കൺട്രോൾ ചെയ്യാനും പ്രിവെൻറ്റ് ചെയ്യാനും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാർഗമാണ് പേഴ്സണൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക, അതുപോലെ തന്നെ പബ്ലിക് ഹൈജീനും മെയിൻറ്റെയിൻ ചെയ്യുക. സോ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പേഴ്സണൽ ഹൈജീന് വേണ്ട മെഷേഴ്സ്, എന്തൊക്കെയാണ് നമ്മൾ പേഴ്സണൽ ഹൈജീൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഏതൊക്കെ ഹൈജീനാണ് പേഴ്സണൽ വേണ്ടത്. സോ കീപ് ദ ബോഡി ക്ലീൻ, നമ്മുടെ ശരീരം വൃത്തിയായി സൂക്ഷിക്കുക, കുളിക്കുക, അതുപോലത്തെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ശരീരം വൃത്തിയാക്കി കൊണ്ട് നടക്കുക. കീപ് ദ ബോഡി ക്ലീൻ. രണ്ടാമത്തത് കൺസംഷൻ ഓഫ് ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ. നമ്മുടെ ബോഡി വൃത്തിയായി കൊണ്ട് നടക്കുക എന്ന് മാത്രമല്ല, നമ്മൾ കഴിക്കുന്ന വെള്ളം, അതുപോലെ ഭക്ഷണം, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സൊക്കെ ഏറ്റവും നല്ല ക്ലീൻ ആയിട്ടുള്ളത് മാത്രം കഴിക്കുക. സോ നമ്മൾ എങ്ങനത്തെ ഫുഡ് കഴിക്കണം? കൺസംഷൻ ഓഫ് എങ്ങനത്തെയാണ്? ക്ലീൻ ആയിട്ടുള്ള ഡ്രിങ്കിങ് വാട്ടർ ആയിരിക്കണം, വൃത്തിയുള്ള ശുദ്ധമായ വെള്ളമാണ് കുടിക്കണം. അതുപോലെ നല്ല ഭക്ഷണം, ക്ലീൻ ആയിട്ടുള്ള ഫുഡ്, നല്ല ക്ലീൻ ആയിട്ടുള്ള വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഇത്രയൊക്കെ നമ്മൾ കഴിക്കണം. സോ നമ്മൾ പേഴ്സണലായിട്ട് നല്ല ഹൈജീൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരം വൃത്തിയായി കൊണ്ട് നടക്കുക. അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, വെള്ളം, വെജിറ്റബിൾസ്, അതുപോലെ ഫ്രൂട്ട്സൊക്കെ ക്ലീൻ ആയിട്ടുള്ളത് മാത്രം, വൃത്തിയുള്ള സാഹചര്യങ്ങളിൽ നിന്നും വൃത്തിയുള്ളത് മാത്രം നമ്മൾ യൂസ് ചെയ്യാം. ഇനി പബ്ലിക് ഹൈജീൻ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുക? സോ ഇത് പേഴ്സണൽ ഹൈജീനാണ്. ഇനി പബ്ലിക് ഹൈജീൻ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? പബ്ലിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന ആ സൊസൈറ്റി എവിടെയാണോ അവിടെ ഒരു ഹൈജീൻ, വൃത്തി ഉണ്ടായിരിക്കണം. എന്തൊക്കെ ചെയ്താലാണ് നമ്മുടെ ആ സൊസൈറ്റി വൃത്തിയായിട്ടിരിക്കുക അല്ലെങ്കിൽ അത്ര ഹൈജീനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക? അതിന് വേണ്ട മെഷേഴ്സ് എന്ന് പറയുന്നത് പ്രോപ്പർ ഡിസ്പോസൽ ഓഫ് വേസ്റ്റ് ആൻഡ് എക്സ്ക്രീറ്റ. ഈ പറഞ്ഞ വേസ്റ്റ് മെറ്റീരിയൽസുകൾ, നമ്മുടെ ഗാർബേജ് ആയിട്ട്, വീട്ടിലെ വേസ്റ്റുകളായിട്ട്, ഏത് തരം വേസ്റ്റുകളായിക്കോട്ടെ, അതുപോലെ എക്സ്ക്രീറ്ററി വേസ്റ്റുകൾ, എല്ലാ വേസ്റ്റുകളും പ്രോപ്പറായിട്ട് തന്നെ ഡിസ്പോസ് ചെയ്യാം. കത്തിച്ച് കളയാൻ പറ്റുന്നതാണെങ്കിൽ കത്തിച്ച് കളയുക, അതാ കുഴിച്ച് അതിൻ്റെ അടിയിൽ ഡിഗ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ, ഏത് തരത്തിലാണെങ്കിലും. ഇനി സോയിലിൽ ലയിച്ച് അഴുകിപ്പോകുന്നതാണെങ്കിൽ ആ രീതിയിൽ. സോ ഏത് തരത്തിലുള്ള വേസ്റ്റുകളും എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യണം. വേസ്റ്റും എക്സ്ക്രീറ്റും പ്രോപ്പറായിട്ട് പബ്ലിക്കായിട്ട് കൊണ്ടിടുന്ന സാധനങ്ങൾ എന്ത് ചെയ്യണം? ഡിസ്പോസൽ നടത്തണം. വെറുതെ റോഡ് സൈഡിലോ അവിടെ ഇവിടെയൊന്നും കൊണ്ട് വേസ്റ്റുകളോ എക്സ്ക്രീറ്റ് ഇടാൻ പാടില്ല. അത് അവിടെ ഇട്ട് കഴിഞ്ഞാൽ പ്രോപ്പർ ഡിസ്പോസൽ അല്ല. സോ പബ്ലിക്കായിട്ടുള്ള ഹൈജീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് നല്ല വൃത്തിയായി കൊണ്ട് നടക്കണം. രണ്ടാമത്തേത് പീരിയോഡിക് ക്ലീനിങ് ആൻഡ് ഡിസ്ഇൻഫെക്ഷൻ. നമ്മൾ റെഗുലറായിട്ട് ഒരു പെർട്ടിക്കുലർ ടൈം ഇൻ്റർവെൽ വെച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യണം, അതുപോലെ അതിനെ അണുവിമുക്തമാക്കണം, ഡിസ്ഇൻഫെക്ഷൻ ചെയ്യണം. എവിടെയൊക്കെ? വാട്ടർ റിസർവോയ്സ്, വെള്ളം അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സ്ഥലങ്ങളും. ഏതൊക്കെയാണ്? നമ്മുടെ പൂൾ, സെസ് പൂൾ, ടാങ്ക്. നമുക്ക് വാട്ടർ റിസർവോയറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പൂളുകൾ, സെസ് പൂളുകൾ, ടാങ്കുകൾ, അതൊക്കെ റെഗുലറായിട്ട് പീരിയോഡിക്കായിട്ട് അതിനെ ക്ലീൻ ചെയ്തിരിക്കണം. അതുപോലെ പ്രോപ്പറായിട്ട് അതിനെ ഡിസ്ഇൻഫെക്റ്റൻസ് വെച്ച് ക്ലീൻ ചെയ്തിരിക്കണം. അത് അണുവിമുക്തമാക്കണം ഈ വാട്ടർ റിസർവോഴ്സ്. എന്നാലേ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ അല്ലെങ്കിൽ വേറെ പർപ്പസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ വാട്ടർ റിസർവോഴ്സ് എപ്പോഴും എന്തായിരിക്കണം? ഡിസ്ഇൻഫെക്ഷൻ ചെയ്തതായിരിക്കണം. അതുപോലെ ആ റിസർവോഴ്സ് എപ്പോഴും ക്ലീൻ ചെയ്യണം, പീരിയോഡിക്കായിട്ട് ഒരു പെർട്ടിക്കുലർ ടൈം ഇൻ്റർവെല്ലിൽ ക്ലീൻ ചെയ്തിരിക്കണം. മൂന്നാമത്തത് ഒബ്സർവ് സ്റ്റാൻഡേർഡ് പ്രാക്ടീസസ് ഓഫ് ഹൈജീൻ ഇൻ പബ്ലിക് കാറ്ററിംഗ്. സോ ഒരു പൊതുവായിട്ടുള്ള കാറ്ററിംഗ്, പബ്ലിക് കാറ്ററിങ്ങിൽ വിവാഹം അല്ലെങ്കിൽ ബർത്ത്ഡേ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഫങ്ഷൻ ആയിക്കോട്ടെ, അങ്ങനെയുള്ള പബ്ലിക് കാറ്ററിങ്ങിലൊക്കെ അവിടെ കൊടുക്കുന്ന ഫുഡുകൾ അല്ലെങ്കിൽ അവിടുത്തെ എല്ലാ കാര്യങ്ങളും
പബ്ലിക് ഹൈജീൻ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അവിടെ എന്താണ് ഒരു പബ്ലിക് കാറ്ററിംഗ് നടത്തുമ്പോൾ എന്തൊക്കെ സ്റ്റാൻഡേർഡ് പ്രാക്ടീസസ് നമ്മൾ അനുശാസിക്കേണ്ട ഏതൊക്കെ ഹൈജീനിക് പ്രാക്ടീസസ് ഉണ്ടോ അതങ്ങനെ തന്നെ ഫോളോ ചെയ്തിരിക്കണം. അതാണ് ഒബ്സർവ് സ്റ്റാൻഡേർഡ് പ്രാക്ടീസസ്. എവിടെ? പബ്ലിക് കാറ്ററിങ്ങിൽ അതുപോലെ ശുദ്ധമായ സാഹചര്യങ്ങളിൽ പാകം ചെയ്തതും ശുദ്ധമായ രീതിയിലുള്ള സ്ഥലങ്ങളിലും വൃത്തിയും ഉള്ള സാഹചര്യങ്ങളിൽ മാത്രമേ ഇതുപോലത്തെ ഒരു ഫംഗ്ഷനും നടത്താൻ പാടുള്ളൂ. സോ വൃത്തിയായിട്ടുള്ള ശുദ്ധമായ രീതിയിൽ പാചകം ചെയ്ത് നല്ല ശുദ്ധമായ വൃത്തിയായിട്ടുള്ള പാത്രങ്ങളിലും ഒക്കെ യൂട്ടൻസിലുകൾ മാത്രമേ യൂസ് ചെയ്യാം. അങ്ങനെ അവിടെയുള്ള എന്താ പറയുക ഏത് തരത്തിലൊക്കെ നമുക്ക് ഹൈജീൻ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും, ഏതൊക്കെ തരത്തിലുള്ള സ്റ്റാൻഡേർഡ് നോംസ് പറയുന്നുണ്ടോ അതൊക്കെ ഫോളോ ചെയ്തിരിക്കണം. സോ സ്റ്റാൻഡേർഡ് പ്രാക്ടീസസ് ഹൈജീൻ പബ്ലിക് കാറ്ററിങ്ങിൽ ഉണ്ടോയെന്ന് നന്നായിട്ട് നമ്മൾ ചെക്ക് ചെയ്തിരിക്കണം. നാലാമത്തത് പറയുന്നത് ദീസ് മെഷേഴ്സ്, ഈ പറഞ്ഞ പബ്ലിക് കാറ്ററിംഗ് ഹൈജീനുകളും പബ്ലിക് ഹൈജീനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എസെൻഷ്യൽ. എപ്പോൾ? വേർ ഇൻഫെക്ഷ്യസ് ഏജൻസ് ആർ ട്രാൻസ്മിറ്റഡ് ത്രൂ ഫുഡ് ആൻഡ് വാട്ടർ. ഭക്ഷണത്തിലൂടെയും അതുപോലെ വെള്ളത്തിലൂടെയും പകരുന്ന ഈ സാംക്രമികമായിട്ടുള്ള ഇൻഫെക്ഷ്യസ് ഡിസീസ് അതിനെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഈ പറഞ്ഞ ഫുഡിലൂടെയും വാട്ടറിലൂടെയും പകരുന്ന ഈ ഡിസീസുകളെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനായിട്ട്, പ്രിവെൻറ്റ് ചെയ്യാനായിട്ട്, കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ പറഞ്ഞ മെത്തേഡുകൾ വളരെയധികം ഉപകരിക്കും. ഏത് മെത്തേഡ്? പബ്ലിക് കാറ്ററിങ്ങിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. എങ്ങനെയാണ് അതിൻ്റെ ഹൈജീൻ ഉള്ളത്? സ്റ്റാൻഡേർഡ് പ്രാക്ടീസസ് ഓഫ് ഹൈജീൻ നമ്മൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. സോ എങ്ങനത്തെ ഡിസീസുകളാണ് നമ്മൾ പറയുന്നത്? ഫുഡ് വാട്ടറിലൂടെയൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, പകരുന്നത്? ടൈഫോയിഡ്, അതുപോലെ അമീബിയാസിസ്, അതുപോലെ എസ്കാരിയാസിസ്. ടൈഫോയിഡ്, അമീബിയാസിസ്, എസ്കാരിയാസിസ് ഈ ഡിസീസുകളൊക്കെ ഫുഡിലൂടെയും വാട്ടറിലൂടെയും, അതായത് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡിലൂടെയും കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടറിലൂടെയൊക്കെ പകരുന്ന ഡിസീസുകളാണ്. സോ എസ്പെഷ്യലി ഇതുപോലത്തെ ഡിസീസുകളെയൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ, ഇതുപോലത്തെ ഇൻഫെക്ഷ്യസ് ഡിസീസുകളെയൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ, കൺട്രോൾ ചെയ്യണമെങ്കിൽ നമ്മൾ കമ്പൽസറി ആയിട്ട് ആ പബ്ലിക് കാറ്ററിങ്ങിലുള്ള അവിടെ കൊടുക്കുന്ന ഫുഡ് വാട്ടർ അങ്ങനത്തെ സ്റ്റാൻഡേർഡ് ഹൈജീനിക് പ്രാക്ടീസസ് ഫോളോ ചെയ്തിരിക്കണം. ഇനി എയർബോൺ ഡിസീസുകൾ, എയറിലൂടെ സ്പ്രെഡ് ചെയ്യുന്ന ഡിസീസുകളാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ന്യൂമോണിയ, കോമൺ കോൾഡ്. ന്യൂമോണിയയും കോമൺ കോൾഡൊക്കെ എയറിലൂടെ സ്പ്രെഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡിസീസുകളാണ്. അങ്ങനത്തെ ഡിസീസുകൾക്കൊക്കെ നമുക്ക് എന്തൊക്കെ പ്രിവെൻഷനും കൺട്രോളും സ്വീകരിക്കാം? നേരത്തെ പറഞ്ഞ പേഴ്സണൽ ആൻഡ് പബ്ലിക് ഹൈജീൻ കൂടാതെ പിന്നെ എന്തൊക്കെ? ഈ പറഞ്ഞത് കൂടാതെ നമുക്ക് എന്തൊക്കെ ചെയ്യാം? ഈ ന്യൂമോണിയ, കോമൺ കോൾഡ് പോലത്തെ എയർബോൺ ഡിസീസുകൾക്ക് നേരത്തെ പറഞ്ഞ പേഴ്സണൽ ആൻഡ് പബ്ലിക് ഹൈജീൻ അങ്ങനത്തെ പ്രിവെൻഷൻ കൺട്രോൾ പോരാതെ നമുക്ക് ചെയ്യാവുന്ന കാര്യം ക്ലോസ് കോണ്ടാക്റ്റ് വിത്ത് ഇൻഫെക്റ്റഡ് പേഴ്സൺ. ഈ ന്യൂമോണിയ അല്ലെങ്കിൽ കോമൺ കോൾഡ് ബാധിച്ച അങ്ങനെ ഇൻഫെക്റ്റഡ് പേഴ്സണുമായുള്ള ക്ലോസ് കോണ്ടാക്റ്റ് നമുക്ക് അവോയ്ഡ് ചെയ്യാം. അല്ലെങ്കിൽ ദെയർ ബിലോങ്ങിങ്സ് ഷുഡ് ബി അവോയ്ഡ്. അവരുമായിട്ടുള്ള സമ്പർക്കവും അല്ലെങ്കിൽ അവരുടെ സാധനങ്ങളുമായിട്ടുള്ള സമ്പർക്കം നമുക്ക് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. സോ ക്ലോസ് കോണ്ടാക്റ്റ് വിത്ത് ഇൻഫെക്റ്റഡ് പേഴ്സൺസ്, ആ ഇൻഫെക്റ്റഡ് ആയ പേഴ്സൺസുമായിട്ടുള്ള ക്ലോസ് കോണ്ടാക്റ്റും അവരുടെ ബിലോങ്ങിങ്സ് അവർ യൂസ് ചെയ്യുന്നതോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കീബോർഡ്, മൗസ് അല്ലെങ്കിൽ അവരുടെ പേപ്പർ, പെൻ, അവരെന്ത് യൂസ് ചെയ്താലും അതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം? ഷുഡ് ബി അവോയ്ഡ്. അതൊക്കെ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ എയർബോൺ ഡിസീസുകൾ അവോയ്ഡ് ചെയ്യാം, അല്ലെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാം. ഇനി ഇൻസെക്റ്റ് വെക്ടേഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ, സോ ഇൻസെക്റ്റ് വെക്ടേഴ്സ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡിസീസുകളാണ് മലേറിയ ആൻഡ് ഫൈലേറിയാസിസ്. ഇത് രണ്ടും മൊസ്കിറ്റോസാണ്, ഫീമെയിൽ മൊസ്കിറ്റോസാണ് സ്പ്രെഡ് ചെയ്യുന്നത്. സോ ഇൻസെക്റ്റ് വെക്ടേഴ്സ് ലൈക്ക് മലേറിയ ആൻഡ് ഫൈലേറിയാസിസ് ഇതുപോലത്തെ ഡിസീസുകളാണെന്നുണ്ടെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് സ്വീകരിക്കാവുന്ന മെഷേഴ്സ് എന്ന് പറയുന്നത് കൺട്രോൾ ആൻഡ് എലിമിനേറ്റ് ദ വെക്ടേഴ്സ്. ബിക്കോസ് ഇവിടെയുള്ള ആ വെക്ടേഴ്സ് എന്ന് പറയുന്നത് മോസ്കിറ്റോസാണ്, ഫീമെയിൽ മോസ്കിറ്റോസാണ്. സോ അവരുടെ ആ വെക്ടറിനെ കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ അവരെ ഒഴിവാക്കുക, എലിമിനേറ്റ് ചെയ്യുക. കൺട്രോൾ ആൻഡ് എലിമിനേറ്റ് ദ വെക്ടർ എന്ന് പറയുന്നത് മോസ്കിറ്റോ ആൻഡ് ദെയർ ബ്രീഡിംഗ് പ്ലേസസ്. അവർക്ക് പെറ്റുപെരുകാനുള്ള ആ സാഹചര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുക അല്ലെങ്കിൽ അത് നീക്കം ചെയ്യുക. സോ വെള്ളമൊക്കെ എവിടെയെങ്കിലും കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ അവിടെ ഈ പറഞ്ഞ പോലെ കൊതുകിൻ്റെ മുട്ടകളൊക്കെ ഇട്ട് അതങ്ങോട്ട് കൂടുതലായിട്ട് അത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. സോ അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കുക. അവരുടെ ബ്രീഡിംഗ് പ്ലേസസ്, റീപ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലേസുകൾ, വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും പാത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വെള്ളം കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ കളയണം. അല്ലെങ്കിൽ അങ്ങനെ കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ കൂടുതലായിട്ട് ഈ മോസ്കിറ്റോ ലൈക്ക് വെക്ടറുകൾ മാക്സിമം ബ്രീഡ് ചെയ്ത് അവരെ
ഏറ്റവും കൂടുതൽ ഓഫ്സ്പ്രിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്യും. സോ അങ്ങനത്തെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഇൻസെക്റ്റ് വെക്ടേഴ്സിനെ മൂലം ട്രാൻസ്മിറ്റ് ചെയ്യുന്ന മലേറിയ ഫൈലാരിസിസ് ഒക്കെ പോലത്തെ ഡിസീസുകൾ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഏറ്റവും വലിയ മാർഗ്ഗം എന്ന് പറയുന്നത് എന്താണ്? ഈ വെക്ടേഴ്സ് മോസ്കിറ്റോ വെക്ടറിനെ കൺട്രോൾ ചെയ്യുക, അതുപോലെ എലിമിനേറ്റ് ചെയ്യുക, അവരുടെ ബ്രീഡിംഗ് പ്ലേസുകൾ എലിമിനേറ്റ് ചെയ്യുക, അങ്ങനത്തെ സാഹചര്യം ഒഴിവാക്കുക. ഇനി എന്തൊക്കെ നമുക്ക് ഈ പറഞ്ഞ ഇൻസെക്റ്റ് വെക്ടറുകളെ കൺട്രോൾ ചെയ്യാൻ പറ്റും? ഒന്നാമത്, ബൈ അവോയ്ഡിങ് സ്റ്റാഗ്നേഷൻ ഓഫ് വാട്ടർ. വെള്ളം എവിടെയും കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കുക. സോ അവോയ്ഡ് ചെയ്യുക. സ്റ്റാഗ്നേഷൻ എന്ന് പറഞ്ഞാൽ കെട്ടിക്കിടക്കുക. അങ്ങനെ വെള്ളം വെറുതെ കെട്ടിക്കിടക്കുന്നതൊക്കെ ഒഴിവാക്കുക, അവോയ്ഡ് ചെയ്യുക. ഇൻ ആൻഡ് അറൗണ്ട് റെസിഡൻഷ്യൽ ഏരിയാസ്, നമ്മുടെ വീട്ടിലും വീട്ടു പരിസരങ്ങളിലും റോഡ് സൈഡിലൊക്കെ വെള്ളം കെട്ടിക്കിടക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കുക. ബിക്കോസ് വെള്ളം സ്റ്റാഗ്നൻ്റ് ആയിട്ട് കിടക്കുന്ന പ്ലേസുകളിലെല്ലാം ഈ പറഞ്ഞ മോസ്കിറ്റോൻ്റെ എഗ്ഗ് വന്ന് ഒരുപാട് പ്രോജനീനെ പ്രൊഡ്യൂസ് ചെയ്യും. സോ ഒരുപാട് ഇതിൻ്റെ ലാർവെ അവിടെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ആ എഗ്ഗിൽ നിന്ന് ഒരുപാട് ലാർവ ഉണ്ടാവും, അങ്ങനെ അത്രയും മോസ്കിറ്റോസ് ഉണ്ടാവും. സോ അത് അവോയ്ഡ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം ഇതുപോലത്തെ സ്റ്റാഗ്നേഷൻ ഓഫ് വാട്ടർ അവോയ്ഡ് ചെയ്യുക, ക്ലീൻ ചെയ്യുക. അതുപോലെ റെഗുലർ ക്ലീനിങ് ഓഫ് ഹൗസ് ഹോൾഡ് കൂളേഴ്സ്, നമ്മുടെ വീടുകളിൽ യൂസ് ചെയ്യുന്ന കൂളറുകൾ റെഗുലറായിട്ട് ക്ലീൻ ചെയ്യണം. അവിടെയുള്ള വാട്ടർ റിസർവോയർ അവിടെയും ഇതുപോലെ മോസ്കിറ്റോൻ്റെ എഗ്ഗുകൾ വരും, അതിൽ നിന്ന് ലാർവ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് ചെയ്യാവുന്നത് ഇൻസെക്റ്റ് വെക്ടറിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് മോസ്കിറ്റോ നെറ്റുകൾ യൂസ് ചെയ്യാം. നമ്മുടെ വീടിൻ്റെ ജനാല അല്ലെങ്കിൽ ഡോറ് അവിടെയൊക്കെ മോസ്കിറ്റോ നെറ്റുകൾ ഉപയോഗിക്കാം. മാക്സിമം മോസ്കിറ്റോൻ്റെ എൻട്രി പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് മോസ്കിറ്റോ നെറ്റുകൾ യൂസ് ചെയ്യുക. അതുപോലെ നമ്മൾ ബെഡിലാണെങ്കിൽ ഇതുപോലത്തെ മോസ്കിറ്റോ നെറ്റ് യൂസ് ചെയ്ത് കിടക്കുക. ഇൻട്രൊഡ്യൂസ് ഫിഷസ്, പിന്നെ നമുക്ക് ചെയ്യാവുന്നത് ഗാംബൂസിയ പോലത്തെ ഫിഷുകളെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എവിടെ? പോണ്ടുകളിൽ. മോസ്കിറ്റോ ലാർവെ വളരുന്ന അല്ലെങ്കിൽ അവരുടെ ഗ്രോത്ത് നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ ലാർവേനെ എഗ്ഗ് വന്ന് അത് ലാർവയായിട്ട് മാറും. ആ ലാർവേനെ ഭക്ഷിക്കാൻ പാകത്തിലുള്ള ഗാംബൂസിയ പോലത്തെ സ്മോൾ ഫിഷുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. സോ അങ്ങനത്തെ പോണ്ട് ഏരിയയിലൊക്കെ എന്ത് ചെയ്യണം? ഗാംബൂസിയ പോലത്തെ ഫിഷുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മോസ്കിറ്റോൻ്റെ ലാർവേനെ അവർ കൺസ്യൂം ചെയ്തോളും. അപ്പോൾ മോസ്കിറ്റോൻ്റെ പ്രോജനി ഉണ്ടാവുകയില്ല. പിന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യം സ്പ്രേയിങ് ഓഫ് ഇൻസെക്ടിസൈഡ്, DDT പോലത്തെ ഇൻസെക്ടിസൈഡുകളെ സ്പ്രേ ചെയ്യാം. എവിടെ? ഡിച്ചസ് ആൻഡ് ഡ്രെയിനേജ് ആൻഡ് ഏരിയാസ് ഓഫ് സ്വാംപ്. ഈ ഡിച്ചസ് അതുപോലെ ഡ്രെയിനേജ് ഏരിയാസ്, ഇതുപോലെ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങൾ, കനാലുകൾ, അവിടെയൊക്കെ എന്ത് ചെയ്യാം? നമുക്ക് സ്വാംപ് ഏരിയയിലൊക്കെ അധികം ഒഴുക്കില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഇൻസെക്ടിസൈഡുകൾ നമുക്ക് സ്പ്രേ ചെയ്യാം, DDT പോലത്തെ. സോ അവിടെയുള്ള അതിൻ്റെ ഗ്രോത്ത് ഏത് ഫോമിലാണെങ്കിൽ അതിനെ കില്ല് ചെയ്തോളും. പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ഡോറുകളിലും വിൻഡോകളിലൊക്കെ എന്ത് ചെയ്യാം? ഷുഡ് ബി പ്രൊവൈഡഡ് വിത്ത് വയർ മെഷ്. വയർ മെഷുകൾ ഡോറിലും വിൻഡോയിലൊക്കെ ഘടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് എൻട്രി ഓഫ് മോസ്കിറ്റോനെ ഒരു പരിധി വരെ തടയാം. സോ ഡോർസ് ആൻഡ് വിൻഡോസ് എന്ത് ചെയ്യണം? പ്രൊവൈഡഡ് വിത്ത് വയർ മെഷ്. സോ ഈ വയർ മെഷിൽ ഉള്ളിലേക്ക് ഇപ്പോൾ ഡോറിൻ്റെയും വിൻഡോൻ്റെ അകത്തേക്ക് മോസ്കിറ്റോന് കടക്കാൻ പറ്റില്ല. സോ പ്രിവെൻറ്റ് എൻട്രി ഓഫ് മോസ്കിറ്റോ വയർ മെഷ് ഉണ്ടെങ്കിൽ ഡോറിലും അതുപോലെ തന്നെ വിൻഡോസിലൊക്കെ ഉണ്ടെങ്കിൽ. സോ നമുക്ക് ഈ പറഞ്ഞ ഈ ഇൻസെക്റ്റ് വെക്ടറിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ ഇത്രയും മാർഗ്ഗങ്ങൾ സ്വീകരിച്ചേ മതിയാവും. എന്നാൽ നമുക്ക് ഈ മലേറിയ ഫൈലാരിസിസ് പോലത്തെയുള്ള ഇൻസെക്റ്റ് വെക്ടറിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഈ പറഞ്ഞ ഇൻഫെക്ഷ്യസ് ഡിസീസുകൾ നമുക്കൊരു പരിധി വരെ തടയാൻ സാധിക്കുന്നതാണ്. എന്തൊക്കെയാണ്? നമുക്ക് ഈ വെക്ടറിനെ എലിമിനേറ്റ് ചെയ്യുക, അവരുടെ ബ്രീഡിംഗ് പ്ലേസുകൾ അവോയ്ഡ് ചെയ്യാതെ ഒഴിവാക്കുക, എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയതായിട്ടുള്ള കാര്യമെഷർ. അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന വാട്ടർ സ്റ്റാഗ്നേഷൻ തടയുക, വെള്ളം കെട്ടിക്കിടക്കുന്നത് തടയുക. നമ്മുടെ റെസിഡൻഷ്യൽ ഏരിയയിലും അതിൻ്റെ അകത്തും പുറത്തും വെള്ളം കെട്ടിക്കിടക്കുന്നത് തടയുക. നമ്മൾ ഹൗസ് ഹോൾഡ് കൂളറുകളൊക്കെ കറക്റ്റായിട്ട് ക്ലീൻ ചെയ്യുക. മോസ്കിറ്റോ നെറ്റുകൾ യൂസ് ചെയ്യുക. ഗാംബൂസിയ പോലത്തെ ചെറിയ ചെറിയ ഫിഷുകളെ പോണ്ടിൽ കൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവിടെയുള്ള ലാർവയിലൊക്കെ ഗാംബൂസിയ ഫിഷ് കൺസ്യൂം ചെയ്തോളും. പിന്നെ നമുക്ക് ഇൻസെക്ടിസൈഡുകൾ ഈ പറഞ്ഞ സ്വാമ്പി ഏരിയ, ഡിച്ച്, ഡ്രെയിനേജ് ഏരിയയിലൊക്കെ ഇൻസെക്ടിസൈഡ് സ്പ്രേ ചെയ്ത് അവിടെ നമുക്കതിനെ കൊല്ലാം. പിന്നെ ഡോറുകളിലും വിൻഡോകളിലൊക്കെ വയർ മെഷ് ഘടിപ്പിക്കുക. അപ്പോൾ എൻട്രി ഓഫ് മോസ്കിറ്റോ പ്രിവെൻറ്റ് ചെയ്യാം. സോ ഈ പറഞ്ഞ ഇൻസെക്റ്റ് വെക്ടറുകളെയൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുക ഒരു പരിധി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇങ്ങനത്തെ ഇൻസെക്റ്റ് വെക്ടറുകളെ പ്രിവെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെക്ടർ ബോൺ ഡിസീസുകളായ ലൈക്ക് ഈഡിസ് മോസ്കിറ്റോസിനെയൊക്കെ നമുക്ക് ഒരുപാട് തടയാൻ പറ്റും. സോ ഈഡിസ് മോസ്കിറ്റോ എന്ത് ചെയ്യും? നമ്മൾ ഇത് ഒരുപാട് ഡിസീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡെങ്കി ആൻഡ് ചിക്കൻ ഗുനിയ നമ്മുടെ അടുത്ത കാലഘട്ടങ്ങളിൽ നമുക്ക് ഒരുപാട് പ്രോബ്ലം ക്രിയേറ്റ് ചെയ്ത ഡെങ്കി ആൻഡ് ചിക്കൻ ഗുനിയ പോലത്തെ ഡിസീസുകളൊക്കെ നമുക്ക് ഈഡിസ് മോസ്കിറ്റോ പോലത്തെ വെക്ടറുകളെ
കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ വെക്ടർ ബോൺ ഡിസീസുകളൊക്കെ അവോയ്ഡ് ചെയ്യാവുന്നതാണ്. ഇതാണ് നമ്മൾ എയർബോൺ ഡിസീസ് എങ്ങനെ കൺട്രോൾ ചെയ്യണം, അതുപോലെ വെക്ടർ ബോൺ ഡിസീസുകൾ എങ്ങനെ കൺട്രോൾ ചെയ്യണം. നമ്മൾ ഇതിലൊക്കെ പേഴ്സണൽ ആൻഡ് പബ്ലിക് ഹൈജീൻ പോരാതെ ചെയ്യേണ്ട മെഷേഴ്സുകളാണ് ഈ പറഞ്ഞത്. ഇനി നമ്മുടെ ബയോളജിക്കൽ സയൻസിൽ ഒരുപാട് അഡ്വാൻസ്മെൻറ്റുകൾ, ഒരുപാട് ടെക്നോളജിക്കലായിട്ടും ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റുകളും വന്നിട്ടുണ്ട്. ആ ഇമ്പ്രൂവ്മെൻറ്റുകൾ അല്ലെങ്കിൽ അഡ്വാൻസ്മെൻറ്റുകൾ കാരണം, പുരോഗതി കാരണം നമുക്ക് ഒരുപാട് ഇൻഫെക്ഷ്യസ് ഡിസീസിനെ എങ്ങനെ ഡീൽ ചെയ്യാമെന്ന് മനസ്സിലായിട്ടുണ്ട്. സോ ബയോളജിക്കൽ സയൻസിൻ്റെ അഡ്വാൻസ്മെൻറ്റ് കാരണം നമുക്ക് ഒരുപാട് ഇൻഫെക്ഷ്യസ് ഡിസീസിനെ നന്നായിട്ട് കൺട്രോൾ ചെയ്യാനും ഡീൽ ചെയ്യാനും പറ്റിയിട്ടുണ്ട്. അതിലൊന്നാണ് നമ്മുടെ വാക്സിൻസ് അല്ലെങ്കിൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം. സോ വാക്സിനേഷൻ വഴിയും ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം വഴിയും നമുക്ക് ഒരുപാട് ഡെഡ്ലി ആയിട്ടുള്ള ഡിസീസുകളെ, ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ ഡെഡ്ലി ആയിട്ടുള്ള മരണത്തിലേക്ക് വരെ ലീഡ് ചെയ്യാൻ പറ്റുന്ന ആ ഡിസീസുകളെ നമുക്ക് ഇറാഡിക്കേറ്റ് ചെയ്യാനുണ്ട്, കംപ്ലീറ്റ്ലി നമുക്ക് ഇവിടെ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ സ്മോൾ പോക്സിനെയൊക്കെ നമുക്ക് ഈ വാക്സിനേഷനിലൂടെയും ഇമ്മ്യൂണൈസേഷനിലാണ് ഇതുപോലത്തെ ഡെഡ്ലി ആയിട്ടുള്ള സ്മോൾ പോക്സ് പോലത്തെ ഡിസീസിനെ നമുക്ക് കംപ്ലീറ്റ്ലി നിർമ്മാർജ്ജനം ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരുപാട് നമ്മുടെ ഇൻഫെക്ഷ്യസ് ഡിസീസുകൾ ലൈക്ക് പോളിയോ, ഡിപ്തീരിയ, ന്യൂമോണിയ, അതുപോലെ ടെറ്റനസ്, പോളിയോ, ഡിപ്തീരിയ, ന്യൂമോണിയ, ടെറ്റനസ് ഇതുപോലത്തെ ഇൻഫെക്ഷ്യസ് ഡിസീസിനെയൊക്കെ നമുക്ക് വാക്സിൻസ് വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഏറ്റവും വലിയ ഒരു പുതിയ ഏരിയയാണ് ബയോളജിക്കൽ സയൻസിൻ്റെ ബയോടെക്നോളജി. നമ്മൾ വരുന്ന ചാപ്റ്ററുകളിൽ അതിനെക്കുറിച്ച് പഠിക്കും. സോ ബയോടെക്നോളജിയുടെ ഏറ്റവും കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ശ്രമമാണ് പുതിയ തരത്തിലുള്ള വാക്സിൻസുകൾ, ന്യൂ വാക്സിൻസുകൾ, ഓൾമോസ്റ്റ് എല്ലാ ഡിസീസിനും വേണ്ട പുതിയ വാക്സിനുകൾ, അതുപോലെ സേഫറായിട്ടുള്ള വാക്സിനുകൾ നിർമ്മിക്കുന്നതിൻ്റെ ഒരു ഘട്ടത്തിലാണ് ബയോടെക്നോളജിക്കലായിട്ടുള്ള കമ്പനികളൊക്കെ. അതുപോലെ തന്നെ നമ്മുടെ ആൻറ്റിബയോട്ടിക്സ്, നമ്മുടെ ഡിസ്കവറി ഓഫ് ആൻറ്റിബയോട്ടിക്സ്, അതുപോലെ മറ്റു മരുന്നുകളുടെ കണ്ടുപിടുത്തമൊക്കെ നമുക്ക് ഒരുപാട് ഇൻഫെക്ഷ്യസ് ഡിസീസിനെ കൺട്രോൾ ചെയ്യാനായിട്ട്, ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ഈ വക ഡിഫറെൻറ്റ് മെത്തേഡുകളിലൂടെ ഒരുപാട് ഡിസീസുകളെ പ്രിവെൻറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും സാധിക്കുന്നതാണ്.